കെ.സി. വേണുഗോപാലിന്റെ സംശയത്തിന് ഇനി അടിസ്ഥാനമില്ല. അത് പൂർണ്ണമായിട്ട് ശരിയായി. കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് BJP ഗവൺമെന്റാണ്. കർശനമായിട്ടും 14-ാം വകുപ്പ് അനുസരിച്ച് യഥാർത്ഥത്തിൽ ലീഗ് ഉൾപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ടിയിരുന്നത് സുപ്രീം കോടതി വിധി വരുന്നത് വരെ തടസ്സം തുടരാൻ അനുവദിക്കണം. അതെന്താ ചോദിക്കാതെ വരുന്നത്? അവന് പകരം BJPയുടെ അതേ നിലപാട് സ്വീകരിക്കുകയല്ലേ ചെയ്യുന്നത്. മധ്യപ്രദേശിൽ BJP 2 നോൺ മുസ്ലിം ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് RSSുമായി ബന്ധമുള്ള ആളുകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേ സമീപനമല്ലേ VD സതീശൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ആ ചോദ്യത്തിന് എന്തോ ആരും ചോദിച്ചു, മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താമെന്ന് വെച്ചിട്ടല്ലേ ഒഴിവിട്ടിരിക്കുന്നത്. ഞാനത് നിങ്ങളുടെ മുൻപിൽ വായിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി തന്നെ ആ കാര്യം വിശദീകരിച്ചു. അത് അദ്ദേഹം കാണുന്നേയില്ല. തമിഴ്നാട്, കേരളം 2 സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിച്ച സമീപനം. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് മാറിയിട്ടും വിജയുടെ ഗവൺമെന്റ് ആ സമീപനം മാറ്റിയിട്ടേയില്ല. അപ്പോഴാണ് മധ്യപ്രദേശിലെ BJP ഗവൺമെന്റ് എടുത്ത 14-ാം വകുപ്പ് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് സുപ്രീം കോടതി വിധിക്ക് കാത്തു നിൽക്കാതെ തന്നെ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന സമീപനം കേരളത്തിലെ ഈ ഗവൺമെന്റ് എടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കെ.സി. വേണുഗോപാലിന്റെ സംശയത്തിന് ഇനി അടിസ്ഥാനമില്ല. അത് പൂർണ്ണമായിട്ട് ശരിയായി. കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് BJP ഗവൺമെന്റാണ്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, സുപ്രീം കോടതി ചീഫ് സെക്രട്ടറിമാരോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച സ്റ്റേറ്റുകൾ നിങ്ങൾ നോക്കിയില്ലേ? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആസാം, ഗുജറാത്ത്. ആ കൂട്ടത്തിൽ BJP ഭരിക്കാത്ത ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ, അത് കേരളമാണ്. ഇന്നലെ കോടതി ചോദിച്ചതിൽ. അപ്പൊ കർണാടകയിൽ എന്താ വരാതെ? തെലങ്കാനയിൽ എന്താ വരാത്തത്? എന്തേ ഹിമാചൽ മറ്റ് സംസ്ഥാനങ്ങൾ വരാത്തത്? എന്തേ കേരളം വന്നു? BJP സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളം എന്തുകൊണ്ട് വന്നു? ഇപ്പോൾ ഫലത്തിൽ ഇവരുടെ ഭരണം ഈ നിലയിലാണ്. ഈ വഖഫുമായി ബന്ധപ്പെട്ട് വീണ്ടും അദ്ദേഹം ഈ തെറ്റിദ്ധാരണയ്ക്ക് സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച് നടത്തിയ പ്രസ്താവന ഉള്ളതുകൊണ്ടാണ് നിങ്ങളൊന്നുകൂടി കാണാമെന്ന് കരുതിയത്.